ഇനിയിപ്പോൾ മ്യൂസിയത്തിൻ്റെ സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ കാണപ്പെടുന്ന പലതരത്തിലുള്ള മിനറൽസും അതുപോലെ പലതരത്തിലുള്ള സ്റ്റോൺസിൻ്റെ ഒരു കളക്ഷനാണ് ഈ ഒരു സെക്കൻഡ് ഫ്ലോറിലെ ഒരു സെക്ഷനിൽ ഫുള്ളായിട്ട്. സ്റ്റോൺസ് മാത്രമല്ല മെറ്റൽസും അതുപോലെ ഗോൾഡ്, ഡയമണ്ട്സ് ഒക്കെ കാണാൻ പറ്റും. ചാൾസ് ഡാർവിൻ്റെ പുള്ളി എഴുതിയ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു കോപ്പി. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ പറ്റിയും അതുപോലെ ഹ്യൂമൻസിൻ്റെ ഇവല്യൂഷനെ പറ്റിയൊക്കെയാണ് കേട്ടോ ഈ ഒരു ഇവിടെ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടില്ലേ ഈ ഹോമോസാപ്പിയൻസ്, ഹോമോ ഇറക്ടസ്, മനുഷ്യൻ്റെ പൂർവികരായിട്ടുള്ള ആൾക്കാർ, അവരുടെ ആ ഒരു ഷേപ്പ്, അവരുടെ ഒരു സ്പെസിമെൻ, അവരുടെ ഒരു ഫോസിൽസ്, അതൊക്കെയാണ് ഇവിടെ ഷോ ചെയ്തിരിക്കുന്നത്. അവർ നമ്മളെങ്ങനെയാണ് ഇവോൾവ് ആയതെന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഈ ഒരു സെക്ഷനിൽ. ഈ പരിണാമത്തെ പറ്റിയും അതുപോലെ ഉൽപ്പത്തിയെ പറ്റിയൊക്കെ പഠിക്കുന്ന പഠിച്ച ശാസ്ത്രജ്ഞന്മാരുടെ ഫോട്ടോയും അവരുടെ ആ ഒരു പുസ്തകങ്ങളും ഒക്കെ ഇവിടെ പ്രദർശിച്ചിട്ടുണ്ട്. ബെർത്ത് സ്റ്റോൺസ് എന്താണെന്ന് പലർക്കും അറിയാവുന്നതാണ്. അറിയാവുന്നത് മാത്രമല്ല പലരും ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനക്ഷത്രക്കല്ല്. നമ്മൾ കേട്ടിട്ടില്ലേ പലരുടെ നക്ഷത്രത്തിനനുസരിച്ചിട്ട് പല കല്ലുകൾ കാണാം. അതായത് റൂബി, സാഫയർ, എമറാൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പേരുകളുള്ള കല്ലുകളുണ്ട്. പലരും ഇത് അതാത് നക്ഷത്രക്കാർ ഈ കല്ല് ആഭരണങ്ങൾ, ഓർണമെൻറ്റ്സിലൊക്കെ ആക്കിയിട്ട് ഉപയോഗിക്കാറുണ്ട്. സോ ആ കല്ലുകളുടെ ഒറിജിനലാണ് കേട്ടോ ഈ കാണിക്കുന്നത്.
ഇതല്ല നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുള്ള ഓരോ മിനറൽസിന്റെ ഒറിജിനൽ ആണ് ഉപയോഗിക്കുന്നത്. ആ യെല്ലോ കളറിൽ കാണുന്നതാണ് സൾഫർ. പിന്നെ ഓരോ മിനറലും ഈ റോക്കിനകത്തൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇതിപ്പം ഈ റോക്കിനകത്ത് കാണുന്നത് സിൽവർ ആണ്. അതൊരു ഈ ഇരിക്കുന്നത് ഒരു ഗോൾഡിന്റെ ഡെമോൺസ്ട്രേഷൻ. ഗോൾഡ് എങ്ങനെയാണ് കാണപ്പെടുന്നത്, അതുപോലെ ഇതിനകത്ത് കാണുന്നത് പ്ലാറ്റിനം. ഗ്രാഫൈറ്റ്, സിൽവർ, ഗോൾഡ് എങ്ങനെയാണ് നമ്മൾ മൈൻ ചെയ്തെടുക്കുന്നത് ഈ പാറയ്ക്കകത്ത് നിന്നൊക്കെ. ഗോൾഡ് എങ്ങനെയാണ് ഒറിജിനലി കാണപ്പെടുന്നത് എന്നൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഈ പാറയ്ക്കകത്ത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഗോൾഡ് ഉള്ളത്. കോപ്പർ, അയൺ, ഇതുള്ള പലതരത്തിലുള്ള റോക്സ്, ഗ്രാനൈറ്റ്, ചോക്ക്, ക്ലേ, പല ഐറ്റംസ് ഉണ്ട്. പല വെറൈറ്റീസ് ആയിട്ടുള്ള റോക്കിന്റെ ടൈപ്സ്. ഈ ഒരു ഹാള് നിറച്ച് പലതരത്തിലുള്ള മിനറൽസും റോക്സുമാണ്. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടായതും അതുപോലെ നാച്ചുറലായിട്ടുള്ളതും എല്ലാം. ഒരുപാട് വെറൈറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് മുഴുവൻ കണ്ടു തീരാൻ ഏകദേശം ഒരു ദിവസം ഫുള്ളെടുക്കും. അത്രയ്ക്കുണ്ട് ഇതിനകത്ത്. ഇതെല്ലാം പ്രഷ്യസ് മെറ്റൽസ് ആണ്. അതായത് നമ്മൾ ഈ ഗോൾഡൊക്കെ ജ്വല്ലറി ആക്കുന്നതിന് മുമ്പിട്ട് എങ്ങനെയാണോ കിട്ടുന്നത് അതിൻ്റെ ഒരു മോഡൽസ് ആണ്. ഗോൾഡ്, പിന്നെ അത് പല പ്യൂരിറ്റിയിലുള്ള ഗോൾഡ് ഉണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച. അതിൻ്റെ ഒരു കളക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പ്ലാറ്റിനത്തിൻ്റെ വെറൈറ്റി പല രീതി. അത് നമ്മൾ മൈൻ ചെയ്ത് എടുക്കുന്നതിന് മുമ്പിട്ട് എങ്ങനെയാണോ എർത്തിൽ കാണപ്പെടുന്നത് അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് പ്ലാറ്റിനത്തിൻ്റെ. പ്ലാറ്റിനം ഉണ്ട്, സിൽവർ ഉണ്ട്. ഇത് ഉണ്ടാവും. ഇതാണ് കോള്, നമ്മുടെ കൽക്കരി. കൽക്കരിയൊന്നും ഇപ്പം അങ്ങനെ കിട്ടാനില്ല, കാണാറില്ല. ബട്ട് ഇവിടെ അത് സൂക്ഷിച്ചിട്ടുണ്ട്. കോപ്പർ ക്രിസ്റ്റൽ, ശരിക്കും ഈ ഒരു സെക്ഷനിലുള്ള കാഴ്ചകൾ നമ്മൾ ഒരു ദിവസം ഫുള്ളെടുത്ത് കണ്ടാൽ പോലും തീരില്ല, അത്രയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറയിൽ ഇത് ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം ഫുള്ള് നമ്മൾ കണ്ടാൽ പോലും ഈ ഒരു സെക്ഷനിലുള്ള കാര്യങ്ങൾ തീരില്ല, അത്രയ്ക്കുണ്ട് കാണാൻ. ഇതുണ്ട് ഈ ഒരു പർട്ടിക്കുലർ ക്രിസ്റ്റൽ. ഇത് കാശ്മീരിൽ നിന്നാണ്. അവർ എവിടെ നിന്നാണോ അത് കളക്ട് ചെയ്തത് അതിൻ്റെ പേരെടുത്ത് എഴുതിയിട്ടുണ്ട്. ഓരോ രാജ്യങ്ങളുടെയും
അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളൊരു സ്റ്റോണാണിത്, കാശ്മീർ. ഇതൊരു ദിവസം എടുത്താൽ കണ്ടു തീരാത്തതുകൊണ്ട് ഈ സെക്ഷനിലൊക്കെ പറ്റുന്നൊന്ന് ഓടി ചെന്ന് പോകാമെന്ന് വിചാരിക്കും. ഈ ഒരു ബിൽഡിംഗ് മുഴുവൻ ഇതേപോലെ സ്റ്റോൺസിൻ്റെയാണ്, മിനറൽസും മറ്റുമൊക്കെ അവർ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നു. ഈ ഒരു ചെറിയ സെക്ഷൻ എന്ന് പറയുന്നത് വളരെ അമൂല്യമായതും വിലപിടിപ്പുള്ളതുമായിട്ടുള്ള കുറച്ച് സ്റ്റോൺസും അതുപോലെ ഡയമണ്ട്സും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. വളരെ വിലപിടിപ്പുള്ളതായതുകൊണ്ട് തന്നെ ഓരോ സ്റ്റോൺസിൻ്റെയും അല്ലെങ്കിൽ ഡയമണ്ട്സിൻ്റെയൊക്കെ മുകളിലായിട്ട് പ്രത്യേകം ക്യാമറ അവർ സ്ഥാപിച്ചിട്ടുണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ജസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ഭംഗിയുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഇത് എന്തുമാത്രം വിലപിടിപ്പുള്ളതായിരിക്കും നമുക്ക് ജസ്റ്റ് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ കാണുന്ന സ്റ്റോണില്ലേ, കണ്ടാൽ വളരെ സിമ്പിളായിട്ട് തോന്നും, ബട്ട് ഇറ്റ്സ് ആക്ച്വലി വളരെ വിലപിടിപ്പുള്ളതാണ്. ഇത് മാഴ്സിൽ നിന്ന് വന്നതാണെന്നാണ് ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 11 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഒരു ആസ്ട്രോയിഡ് വന്ന് മാഴ്സിൽ ഇടിക്കുകയും അവിടെ നിന്നുള്ള ഈ ഒരു സ്റ്റോൺ സ്പേസിലേക്ക് എത്തിപ്പെടുകയും പിന്നീട് ഈ സ്പേസിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് പതിക്കുകയുമായിരുന്നു ചെയ്തത്. ഇത് വന്ന് പതിച്ചത് ഈജിപ്തിലാണ്. സോ ഈജിപ്തിൽ നിന്നാണ് അവരിത് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. സോ ഇതെങ്ങനെയാണ് മാഴ്സിൽ നിന്ന് വന്നതെന്ന് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം പിന്നീട് മാഴ്സിലേക്ക് അയച്ച പല സാറ്റലൈറ്റ്സിൽ നിന്നും കണ്ടെത്തിയ സാമ്പിൾസും ഇതുമായിട്ട് മാച്ച് ചെയ്തപ്പോൾ അവർക്കത് വെരിഫൈ ചെയ്യാൻ പറ്റി എന്നാണ് ഇത് പറയുന്നത്.
സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ബൊട്ടാണിക്കൽ റിലേറ്റഡ് ആയ സ്പെസിമെൻസ് ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ട്രീ എന്ന് പറയുന്നത് സെക്കോയ ആണെന്ന് മിക്കവർക്കും അറിയാം. സോ ആ സെക്കോയ ട്രീയുടെ ഒരു ക്രോസ് സെക്ഷനാണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. വലിപ്പം കൊണ്ട് മാത്രമല്ല സെക്കോയ ഇത്ര സ്പെഷ്യലായത്, അതിൻ്റെ ആ ഒരു ലൈഫ് സ്പാൻ കൂടിയാണ്. അതായത് ഒരു ജയൻറ്റ് സെക്കോയയ്ക്ക് ഏകദേശം 3000 വർഷം ഭൂമിയിൽ വളരാനാവുമെന്നാണ് പറയുന്നത്. ഈ കാണിക്കുന്ന സെക്കോയ ട്രീയുടെ ആ ഒരു സ്പെസിമെന് ഏകദേശം 1335 വർഷം പ്രായമുണ്ട്. സോ അതിൻ്റെ ആ ഒരു പ്രായം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവർ കൊടുത്തിട്ടുണ്ട്, 1335 എന്നുള്ളത്. ഈ ഒരു ക്രോസ് സെക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ആ ഒരു സെക്കോയ ട്രീയുടെ ഒരു വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന്. സോ നമ്മൾ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. സോ അതിൻ്റെ ഗ്രൗണ്ട് സെക്ഷനിൽ ഇറങ്ങുന്ന സെക്ഷനിലായിട്ട് അവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പും അതുപോലെ സോവനീർ ഷോപ്പുമൊക്കെ ഉണ്ട്. സോ നമ്മൾ ഇതിനകത്ത് കണ്ട പല ഫോസിൽസ് അല്ലെങ്കിൽ മിനറൽസ് മെറ്റൽസിൻ്റെ ഒക്കെ ഒരു മിനിയേച്ചർ നമുക്ക് ഇവിടുന്ന് മേടിക്കാനായിട്ട് കിട്ടും. പല സ്റ്റോൺസും അങ്ങനെയുള്ള ചെറിയ ചെറിയ അതിൻ്റെ മിനിയേച്ചർ നമുക്ക് ഇവിടെ മേടിക്കാനായിട്ട് കിട്ടും. സോ അങ്ങനെയുള്ള ഇത് താല്പര്യമുള്ളവർക്ക് അത് ഇവിടുന്ന് മേടിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഫുള്ളായിട്ടൊന്നും ഹിസ്റ്ററി മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, കാരണം ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന ഒന്നല്ല ഈ പറയുന്ന ഹിസ്റ്ററി മ്യൂസിയം. എന്നിരുന്നാലും അത്യാവശ്യം കണ്ടിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്.
സോ അങ്ങനെ ഹിസ്റ്ററി മ്യൂസിയത്തിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി. സോ അടുത്ത എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് എൻ്റെ തൊട്ടടുത്തുള്ള വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം സന്ദർശിക്കുക എന്നതാണ്. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.